പ്രിയപ്പെട്ട വിശാഖ നക്ഷത്രക്കാരെ, 2025 വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു പൊതുഫലമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. 2025 വർഷം വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലയളവായി തന്നെ കണക്കാക്കാവുന്നതാണ്. കുറെ കാലമായി നിലനിന്നു പോരുന്ന കടബാധ്യതകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ ഈ വർഷം അവസരമുണ്ടായി വരുന്നതാണ്. വർഷാരംഭത്തിൽ ചില തിരിച്ചടികൾ ഉണ്ടായേക്കാമെങ്കിലും കാലക്രമേണ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ചിലവ് ഏറി വരുന്നൊരു വർഷമായതുകൊണ്ട് തന്നെ വരവ് ചിലവ് കാര്യങ്ങളിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിച്ച് പഠനം നടത്തുന്നവർക്ക് ഈ വർഷം അനുകൂലമായ സാഹചര്യമാണുള്ളത്. നിങ്ങളുടെ ആത്മാർത്ഥതയും കൃത്യമായ പഠനരീതിയും നിങ്ങളെ വിജയപഥത്തിലെത്തിക്കുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും പൂർവിക സ്വത്ത് കൈവരുന്നതിനുമുള്ള അവസരമുണ്ടായി വരുന്നതാണ്. പുതിയ വീട്, സ്ഥലം, വാഹനം എന്നിവ വാങ്ങിക്കുന്നവർക്ക് ഈ വർഷം വളരെയധികം അനുകൂലമാണ്. എടുത്തുചാടിയുള്ള പ്രവർത്തനങ്ങൾ മൂലം തൊഴിൽ രംഗത്ത് ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചേക്കാം. പഠന സംബന്ധമായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷാവസാനത്തോടുകൂടെ അതിനുള്ള അവസരം കൈവരുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് നേരിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പല അവസരങ്ങളും കൈവരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലെ ഉദാസീനത മൂലം മത്സര പരീക്ഷകൾക്ക് പ്രതീക്ഷിച്ചത്ര വിജയം കൈവരിക്കാൻ സാധിക്കാതെ വന്നേക്കാം. പുതിയ വാഹനം, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അവസരമുണ്ടായി വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. വളരെ കാലമായി കേസിൽ പെട്ടുകിടന്നിരുന്ന വസ്തുവകകൾ വീണ്ടെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായി വരുന്നതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചില സ്ഥാനമാനങ്ങൾ കൈവരുന്നതാണ്. അപ്പോൾ വിശാഖ നക്ഷത്രക്കാരെ, 2025 വർഷത്തെ നിങ്ങളുടെ സാമാന്യമായൊരു ഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവയിൽ നല്ല കാര്യങ്ങളും ചില മോശം കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാകുന്നു. നല്ല കാര്യങ്ങൾ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ദോഷപരിഹാരത്തിനായി ഗണപതിക്ക് നാരങ്ങാമാല, കറുകമാല എന്നിവ സമർപ്പിക്കുന്നതും, ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം, കടുംപായസ സമർപ്പണം എന്നിവ ചെയ്യുന്നതും, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും, ദുർഗാക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുന്നതും, മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും പാൽപായസ സമർപ്പണം നടത്തുന്നതും ഗുണകരമാകുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഏവർക്കും നന്മകൾ വരട്ടെ.